തദ്ദേശീയ വൃക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥം മിയാവാക്കി വനവൽക്കരണത്തിനൊരുങ്ങുകയാണ് കേരള NGO യൂണിയൻ. ജില്ലകളിൽ നഗരമധ്യത്തിൽ പാർക്കുകളോടനുബന്ധിച്ചാണ് വനം സൃഷ്ടിക്കുന്നത്. തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകം ശ്രീ ചിത്തിര തിരുനാൾ പാർക്കിൽ മന്ത്രി വി ശിവൻകുട്ടി മിയാവാക്കി വനവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാവ്, പ്ലാവ്, പുന്ന, അശോകം, പൂവരശ്, ആടലോടകം, തെച്ചി, മന്ദാരം, രാമച്ചം, തുളസി, ശംഖുപുഷ്പം ഇങ്ങനെ ചെറുതും വലുതുമായ 89 ഇനം സസ്യങ്ങൾ നിശ്ചിത അകലത്തിൽ കൂട്ടമായി വെച്ച് പിടിപ്പിച്ച് ചെറിയ കാലത്തിൽ വനമെന്ന വലിയ സങ്കല്പം. തദ്ദേശ വൃക്ഷങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് NGO യൂണിയൻ മിയാവാക്കി വനവൽക്കരണത്തിലേക്ക് കടന്നത്. ഇത് നട്ട് കളയുക എന്നതല്ല, ഞങ്ങളെ ജില്ല ഇത് പരിപാലിക്കുകയാണ്. 89 വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്, 150 തൈയാണ്. അതെല്ലാം തന്നെ ഞങ്ങൾ ബോർഡ് വെച്ച് പ്രദർശിപ്പിക്കും. അങ്ങനെ കുറച്ച് ജനങ്ങൾക്ക് കൂടി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണിത്. ഈ പാർക്കിനെയും കൂടുതൽ ഞങ്ങൾ ജനങ്ങളുമായി സൗഹാർദ്ദമായി തീരുമാനിച്ചിട്ടുണ്ട്. ചെടികൾ ഊർജ്ജത്തോടെ വളരുന്ന 3 വർഷക്കാലം കൃത്യമായ സംരക്ഷണം ആവശ്യമാണ്. ഈ സസ്യശാസ്ത്ര സംബന്ധമായ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയും കൂടുതൽ സ്പെസിഫിൻ വരെ അവർക്ക് ഇവിടെ വന്ന് ടാക്സോണമിക്ക് വേണ്ടി സഹായകരമായ രീതിയിലാണ് ഈ ചെടികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. 3 വർഷം കൊണ്ട് ഇതൊരു ചെറുവനം സൃഷ്ടിച്ചെടുക്കലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകം ശ്രീ ചിത്തിര തിരുനാൾ പാർക്കിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് മിയാവാക്കി വനം ഉദ്ഘാടനം ചെയ്തത്. കുട്ടികൾക്ക് സസ്യശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട സൗകര്യവും ഇത്തരം മിയാവാക്കി വനങ്ങളിൽ സജ്ജമാക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.